ഇവിടെ ഒരു കുഞ്ഞു ഹോം ടൂറാണ്. ഇതാണ് കേട്ടോ എൻ്റെ വീട്. ഞങ്ങളിവിടെ മമ്മി, ഞാൻ, പിള്ളേർ, ചേട്ടായി ഇത്രയും പേരാണ് ഞങ്ങളിവിടെ താമസിക്കുന്നത്. വീട് പണിതിട്ട് ഏകദേശം 2 കൊല്ലമൊക്കെ ആവാനായി. അപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കൊണ്ട് ഞങ്ങൾ പണിതൊരു വീടായത്. ഇവിടെ ഞങ്ങൾക്ക് മുറ്റത്ത് കുറച്ച് ചെടിയും അതുപോലെ ഞങ്ങൾക്ക് ഇവിടെ ഒരു കുഞ്ഞു കിളിക്കൂട് സെറ്റപ്പൊക്കെ ഉണ്ട്. ഈ കിളിക്കൂട്ടിൽ പക്ഷേ കിളിയില്ല, പക്ഷേ കിളികളെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ വാങ്ങി കിളികളൊന്നും ഇടുന്നില്ല. ഇവിടെ ഒരുപാട് പക്ഷികൾ വരും. അപ്പോൾ അതുങ്ങളെങ്ങാനും കയറി ഇരിക്കുവാണെങ്കിൽ നല്ലത്. ഇവിടെ നിന്ന് സിറ്റൗട്ട് എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് സിറ്റൗട്ടാണ്. മീൻസ് തിണ്ണാന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പറയുക. നിങ്ങളവിടെ എങ്ങനെയാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഓരോ നാട്ടിലും ഓരോരോ ഭാഷകളാണല്ലോ. ഇവിടുന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് ഇടത് വശത്തൊരു ഡ്രോയിങ് റൂമുണ്ട്. ഡ്രോയിങ് റൂമായിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്തെങ്കിൽ ഇപ്പോൾ അവിടെ ഒരു കട്ടിലൊക്കെ കിടപ്പുണ്ട്. കാരണം പിള്ളേരൊക്കെ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് കളിക്കാനും കിടക്കാനും ഒക്കെ ആയിട്ടുള്ളൊരു സെറ്റപ്പാണ്. ഇവിടെയെന്ന് പറഞ്ഞാൽ അപ്പോൾ അപ്പൂന് സ്കൂളിൽ നിന്ന് കിട്ടിയ കുറച്ച് ഗിഫ്റ്റ്സും കാര്യങ്ങളും അതുപോലെ ട്രോഫി, മെഡൽസ് അങ്ങനെയുള്ള ഐറ്റംസ്. ചേട്ടായിക്ക് സർവീസിലിരിക്കുവാണ് ആളിപ്പോഴും. അപ്പം പുള്ളിക്കാരൻ അവിടെ നിന്ന് കിട്ടുന്ന ഓരോ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ ഹാളിലേക്കാണ് പോവുക. ഹാളിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രെയർ യൂണിറ്റാണ് മെയിനായിട്ട്. ഇവിടുത്തെ ഒരു മെയിൻ സാധനം എന്ന് പറയുന്നത് ആ പ്രെയർ യൂണിറ്റും ആ ഒരു പാർട്ടീഷൻ ചെയ്ത ആ ഒരു സംഗതിയാണ് നമ്മുടെ വീട്ടിലാകെ ഒരു വർക്ക്സ് എന്ന് പറയാനുള്ളൂ. സീലിംഗ് വർക്കൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ ഒരു റൂമുണ്ട്. ഇവിടെ അതായത് വലതുവശത്താണ് വരിക. വലതുവശത്ത് നമുക്കൊരു നോർമൽ റൂം. പിന്നെ ഇവിടെയും ഇതുപോലെ പിള്ളേരുടെ കുറേ ഫോട്ടോസും ചേട്ടായുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് കണ്ടോ, ഇതെൻ്റെ ചേട്ടായി സ്വന്തം ചെയ്തതാട്ടോ. അവരവിടെ യൂണിറ്റിൽ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അതിങ്ങനെ ഒരെണ്ണം ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. അപ്പോൾ ഇവിടുത്തേന്നൊക്കെ പറഞ്ഞാൽ ഈ വീട്ടിൽ ഓരോ മുക്കും മൂലം എനിക്ക് ഓരോ കഥകളുണ്ട്. കാരണം എനിക്ക് നല്ല ഓർമ്മകളാണ് ഞാൻ ഈ വീടിൻ്റെ പണിക്ക് വേണ്ടി ഓടി നടന്ന കാര്യങ്ങൾ. കാരണം ഈ വീടിൻ്റെ പണി നടക്കുന്ന സമയത്ത് എൻ്റെ കുഞ്ഞാറ്റേനെ ഞാൻ രണ്ടാമത് ക്യാരിങ് ആയിരിക്കുന്ന സമയത്തായിരുന്നു. അപ്പം ആ ഓരോ സമയവും എനിക്ക് നല്ല ഓർമ്മയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ. ഇവിടെ സാധാരണ നോർമൽ ഒരു TV യൂണിറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഇവിടുന്ന് നേരെ ഡൈനിങ് ഏരിയ അങ്ങനെയാണ് വരുന്നത്. ഓപ്പൺ കിച്ചണാണ് വരുന്നത്. ഡൈനിങ് ഏരിയയും കിച്ചണും ഒക്കെ അടുത്താണ്. സ്റ്റെയർ കേസിൻ്റെ അവിടെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫാമിലി ഫോട്ടോസാണ് കേട്ടോ. അപ്പോൾ ചേട്ടായുടെ ഫാമിലി, എൻ്റെ മമ്മി, അങ്ങനെ പിള്ളേർ, ചേട്ടായുടെ സിസ്റ്റർ, ബ്രദർ, അങ്ങനെ ഞങ്ങളുടെ 2 പേരുടെയും ഫാമിലീസ് അത് മാത്രമേ അവിടെ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ നേരെ മേളിലേക്ക് സ്റ്റെപ്പാണ്. ഇവിടെ നമുക്ക് ഓപ്പൺ കിച്ചണാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇപ്പോൾ എല്ലായിടത്തും ആ ഒരു സ്റ്റൈലാണല്ലോ. പിന്നെ ഇപ്പോൾ കുറച്ച് കാലം കൂടി കഴിയുമ്പോൾ ഇതൊക്കെ മാറുമായിരിക്കും. ഇപ്പോൾ നമ്മളിവിടെ ഓപ്പൺ കിച്ചണും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് അടുക്കളയിലിരുന്നും ഡൈനിങ് ടേബിളിലിരുന്നും ഒരേ സമയം നമുക്ക് ഫുഡ് കഴിക്കാം. ഡൈനിങ് ടേബിളിലിരിക്കുന്നവരെയും നമുക്ക് കാണാം, അടുക്കളയിൽ പണിയെടുക്കുന്നവരെയും നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതാണ് നമ്മുടെ കിച്ചൺ. സാധാരണ ഒരു നോർമൽ കുഞ്ഞ് കിച്ചണാണ്. ഒരുപാട് വർക്ക്സും കാര്യങ്ങളൊന്നും അവിടെ ചെയ്തിട്ടില്ല. സാധാരണ ഒരു കിച്ചണാണ്. കാരണം നമുക്ക് ഈ വീണ്ടും പണി കംപ്ലീറ്റ് ചെയ്യണമെന്നൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം പകുതിക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നടക്കുമല്ലോ എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഇവിടുന്ന് പിന്നെ വർക്ക് ഏരിയയും അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഇത് വാഷ് ബേസിനും കാര്യങ്ങളും, അതിൻ്റെ അപ്പുറത്തേക്കൊരു വാഷ്റൂമും ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയായിട്ടാണ് ബാത്റൂമും കാര്യങ്ങളും. ഒരു കോർണറിലാണ്. ഇത് സ്റ്റെയർ കേസിൻ്റെ അടിഭാഗവും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇവിടെ നമുക്കിനി മേളിലേക്ക് പോകാം. ഇത് കണ്ടോ, സ്റ്റെയറിൽ നമ്മൾ കുറേ ഫ്ലവറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സംഗതി ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതിനകത്ത് നിറച്ചിരിക്കുന്നത് മയിൽപ്പീലിയാണ്. ഈ മയിൽപ്പീലി എൻ്റെ മീൻസ് ചേട്ടായി ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്ന് കൊണ്ടുവന്നതാണ്. അതായത് ഗുജറാത്തിലായിരുന്ന സമയത്ത്, ഗുജറാത്തിൽ അഹമ്മദാബാദിൽ പുള്ളിക്കാരനുണ്ടായിരുന്ന സമയത്ത് അവിടെ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെയർ കയറി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വലിയ സ്പേസ് ഒന്നുമില്ല കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ നോർമൽ ഒരു പാത്ത് വേ പോലെ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹാള് മൊത്തം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുഞ്ഞൊരു സ്പേസ്. ഇവിടെ അത്യാവശ്യം നടക്കാനും വേണമെങ്കിൽ അത്യാവശ്യം വലിയ സ്പേസാണ്, തീരെ ചെറുതുമല്ല. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് കേട്ടോ. ഈ ബെഡ്റൂം യൂസിങ് ഒന്നും അല്ല, കാരണം ഇവിടെ കിടക്കാൻ ആളില്ല. ഇനി മക്കളൊക്കെ വലുതായി കഴിയുമ്പോൾ ഇവിടെ കിടക്കാം. പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇവിടെ കിടക്കും കേട്ടോ. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വിൻഡോയാണ്. ഇത് കണ്ടേ, താഴെ വരെ മുട്ടി നിൽക്കുന്ന വിൻഡോയാണ്. ഇവിടുന്ന് മഴക്കാലത്ത് പുറത്തേക്ക് നോക്കാൻ ഭയങ്കര ഭംഗിയാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ഈ വിൻഡോയും ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടുന്ന് പിന്നെ നമുക്കൊരു ബാൽക്കണിയുണ്ട്. ബാൽക്കണിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയുടെ ഫസ്റ്റ് പോർഷനിൽ കണ്ട പോലെ മുറ്റമാണ് കാണുന്നത്. മുറ്റത്ത് കുറേ ചെടികളും റോഡുകളും. ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലേക്ക് കണ്ടമാണ് കേട്ടോ. കണ്ടെന്ന് പറയാൻ നെല്ലും അങ്ങനത്തെ ഒന്നുമില്ല. ഇപ്പോൾ കുറേ തെങ്ങും കുറേ കാടൊക്കെ പിടിച്ച് കിടക്കുവാണ്. പക്ഷെ കണ്ടമാണ് മുൻവശത്തേക്ക് ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോട്ടിൽ നിന്ന് ഇതാണ് നമ്മുടെ മുറ്റവും കാര്യങ്ങളൊക്കെ വരുന്നത്.
ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ വീട്. ഇതിപ്പോൾ നൈറ്റ് വ്യൂ ആണ്, ഞാൻ ഫുൾ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല, കുറച്ച് ലൈറ്റ് ഇട്ടിട്ടുള്ളൂ.